ബോളിവുഡിലെ പ്രമുഖ നടി വിദ്യാ ബാലൻ തന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കത്തിൽ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും അതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് തുറന്നു പറയുന്നു. 2005 പുറത്തിറങ്ങിയ പരിണിതി എന്ന ചിത്രത്തിലൂടെയാണ് വിദ്യാ ബാലന്റെ അരങ്ങേറ്റം കുറിക്കുന്നത്. ഈ ചിത്രം വലിയ വിജയമാവുകയും വിദ്യയുടെ അഭിനയം നിരൂപക പ്രശംസ നേടുകയും ചെയ്തു. പ്രദീപ് സർക്കാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് വിധു വിനോദ് ചോപ്രയായിരുന്നു. നിർമ്മാതാവ് വിധു വിനോദ് ചോപ്ര തന്റെ മൂക്കിന്റെ നീളം കുറയ്ക്കാൻ ശസ്ത്രക്രിയ നടത്താൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും വിദ്യ അടുത്തിടെ ഫിലിം ഫെയർ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. അദ്ദേഹം സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മൂക്കിന് നീളം കൂടുതലാണ്, ഒരു സർജറി ചെയ്യാം. അത് ഞാൻ നിരസിച്ചു. എന്റെ മുഖത്ത് ഫേഷ്യൽ അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവം എന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അങ്ങനെ തന്നെ എന്റെ മുഖം നിലനിർത്താനാണ് ഞാൻ എന്നും ഇഷ്ടപ്പെടുന്നത്. വിദ്യ പറഞ്ഞു. അതിനു മുമ്പ് ഒരു മലയാള സിനിമയുടെ ഭാഗമായിരുന്നപ്പോൾ നേരിട്ട മറ്റൊരു ദുരനുഭവവും വിദ്യ പങ്കുവച്ചു. ഒരു മലയാള സിനിമ ചെയ്യുമ്പോൾ അവർ എൻ്റെ പേരിനൊപ്പമുള്ള ബാലൻ എന്ന ഭാഗം ഒഴിവാക്കാൻ പറഞ്ഞു. പകരം എൻ്റെ സമുദായത്തിന്റെ പേര് വെക്കാനാണ് നിർദ്ദേശിച്ചത്. മഞ്ജു വാര്യർ, സംയുക്ത മേനോൻ എന്നൊക്കെ പോലെ വിദ്യ അയ്യർ എന്നാക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഞാൻ പൊട്ടിക്കരഞ്ഞു. പക്ഷെ നീ എന്നും വിദ്യാ ബാലനായിരിക്കും എന്ന് അച്ഛനും അമ്മയും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എന്തായാലും ആ സിനിമ നടന്നില്ല. വിദ്യ ഓർത്തെടുത്തു. ഈ അനുഭവത്തെക്കുറിച്ചും വിദ്യ ഇങ്ങനെ പറയുന്നു. എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നിയാൽ അതൊരിക്കലും ശരിയാകില്ല എന്നും എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പരിണിതിയുടെ ചിത്രീകരണം നടക്കുമ്പോൾ നോ സ്റ്റോപ്പിന്റെ കാര്യം പറഞ്ഞ് ആരും തന്റെ അടുത്തേക്ക് വരരുത് എന്ന് ഞാൻ പ്രദീപ് സർക്കാരിനോട് പ്രത്യേകം ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് ഉറപ്പുവരുത്തുകയും ചെയ്തു. അദ്ദേഹം ഒരു യഥാർത്ഥ കലാകാരനായിരുന്നു. ഈ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ, വിദ്യ അഭിനയിക്കുന്നുണ്ടെങ്കിലും സിനിമ വർക്കാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പരിണിതിയിലൂടെ ലഭിച്ച അരങ്ങേറ്റം തനിക്ക് ലഭിച്ച ഭാഗ്യമാണെന്ന് വിദ്യ കരുതുന്നു. അങ്ങനെ ഒരു അരങ്ങേറ്റം ഭാഗ്യമാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അത് ലഭിക്കൂ. എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു പേര് ഹൃത്തിക് റോഷന്റേത് മാത്രമാണ്. ഒരു രാത്രി കൊണ്ട് ഞാൻ താരമായി മാറി. ഫിലിം ഫെയറിൽ മികച്ച പുതുമുഖത്തിനുള്ള അവാർഡ് ലഭിച്ചു. പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെട്ടു. വലിയ സംവിധായകൻ എന്നെ തേടിയെത്തി, വിദ്യ പറഞ്ഞു. മികച്ച തുടക്കം ലഭിച്ചിട്ടും ആളുകൾ തന്നെ മുൻവിധിയോടെയാണ് കണ്ടിരുന്നതെന്നും വിദ്യ ഓർമ്മിക്കുന്നു. ഫോട്ടോഷൂട്ടുകളിൽ പുതുതായി എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. അതിന് നിങ്ങൾ എന്നെ ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. നിന്നെ കൂടുതൽ ചെറുപ്പവും സെക്സിയായി അവതരിപ്പിക്കണം എന്നാകും മറുപടി. ഞാൻ പരീക്ഷണങ്ങൾക്ക് തയ്യാറായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ മടുപ്പായി. ഞാൻ ഒരു പെൺകുട്ടിയല്ലേ, 26 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അത് എന്നെ ദേഷ്യം പിടിപ്പിച്ചു. പ്രത്യേകിച്ചും ഷൂട്ടിനിടെ ചെറുപ്പമായി അഭിനയിക്കുന്നതിൽ ഞാൻ സമ്മർദ്ദം നേരിട്ടു. വിദ്യ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാ ബാലന്റെ ഈ തുറന്ന പറച്ചിൽ ബോളിവുഡിലെ സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചും നടിമാർ നേരിടുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിയൊരുക്കിയിരിക്കുകയാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് സ്വന്തമായ ഒരിടം കണ്ടെത്താൻ വിദ്യാ ബാലന് സാധിച്ചു.